Good morning students. Today we are going to study the rounding off to the nearest 100. കഴിഞ്ഞ ക്ലാസ്സിൽ 10 റൗണ്ട് ചെയ്യാൻ പഠിച്ചു. ഇത് 100ന് റൗണ്ട് ചെയ്യാം. എക്സാമ്പിൾ, let us now round off 583. First we draw a number line. 583 ഇങ്ങനെ നമ്പർ ലൈൻ വരച്ച് ആക്കും. നോക്കിയേ, 583 നോക്കിയേ, 500, 510, 520, 530 ഈക്വൽ ഇൻ്റർവൽസ് ആണ് എടുക്കാനുള്ളത്. കഴിഞ്ഞ ക്ലാസ് ഞാൻ പറഞ്ഞു. 540, 550, then 560, 570, 580, 590, 600. അപ്പോൾ ഇതിൽ 550 എന്നുള്ളത് മിഡ് വേ, അത് ഞാൻ പറഞ്ഞു തന്നു കഴിഞ്ഞ ക്ലാസ്സിലെ മിഡ് വേ. അപ്പോൾ ഇതിൽ 583 എവിടെയാണ് വരുന്നത്? 580ക്ക് ശേഷമാണ് 580. അപ്പോൾ ഇതാ ഇവിടെയാണ് വരുന്നത്, കണ്ട. അപ്പോൾ ഇത് ഏതിനാണ് നിയറസ്റ്റ് ആയിട്ട് വരുന്നത്? 600 ആണോ 500 ആണോ? 600നാണ് നിയറസ്റ്റ് ആയിട്ട് വരുന്നത്. Therefore, 583 is rounded off to 600. We can also round off numbers to the nearest 100 by following steps. അതിന് 2 സ്റ്റെപ്സ് ഉണ്ട്. അതിൽ സ്റ്റെപ്സ് 1 റൂൾസ് ഉപയോഗിച്ച് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കിയേ. റൂൾസ് നോക്കിയേ. ഇഫ് ദി ഡിജിറ്റ് ഇൻ ദി tens place is 5 or greater than 5, 5 കൂടുതലോ വന്നാൽ add 1 to the digit in the 100th place. Hundredth place and change the digit in the tens and ones place to 0. ടെൻസും വൺസ് പ്ലേസും 0 ആയിരിക്കും 100ന് നോക്കുമ്പോൾ. എന്നുവെച്ചാൽ ഇഫ് ദി ഡിജിറ്റ് ഇൻ ദി ടെൻസ് പ്ലേസ് നോക്കുമ്പോൾ 5 5 കൂടുതലോ വരികയാണെങ്കിൽ ആഡ് 1 ടു ദി 100 പ്ലേസ്. 100 പ്ലേസിൽ 1 ആഡ് ചെയ്യുക. അപ്പോൾ ടെൻസും വൺസും 0 തന്നെ ആയിരിക്കും. ഓക്കെ. സ്റ്റെപ്പ് 2, if the digit in the tens place is 4 or less than 4, 4 കുറവോ വന്നാൽ change the digit in the tens and ones place to 0. Ones place to 0. നോക്കിയേ, നിങ്ങൾ ഇപ്പം ചെയ്ത എക്സാമ്പിൾ നോക്കിയേ. 583. അപ്പോൾ ഇതിലാദ്യം വൺസ് പ്ലേസ് 0. അപ്പോൾ ഇതിൽ ടെൻസ് പ്ലേസ് നോക്കുക. ഇതിൽ ടെൻസ് പ്ലേസ് ആണ് നോക്കാനുള്ളത് 100നാവുമ്പോൾ. ടെൻസ് പ്ലേസ് എത്രയാണ് വരുന്നത്? 5 less than 8. ദാറ്റ് മീൻസ്
So add 1 to the hundreds place. Therefore 583 is rounded up to 600. Now we solve some exercise problems. Now question read ചെയ്യാം. 7,508 books were sold on the third day of the book exhibition. Round off the number to the nearest 100 റൗണ്ട് ചെയ്യണം. അപ്പോൾ എങ്ങനെയാണ് നോക്കിയേ, നമ്പർ ഓഫ് ആദ്യം അതിൻ്റെ സൊല്യൂഷൻ എഴുതണം. സ്റ്റെപ്സ് സൊല്യൂഷൻ ഇട്ടിട്ട് സ്റ്റെപ്സ് നമ്പർ ഓഫ് ബുക്സ് സോൾഡ്. എക്സിബിഷന് തേർഡ് ഡേ ആയപ്പോഴത്തേക്ക് ബുക്ക് എത്ര എണ്ണം വിറ്റു? നമ്പർ ഓഫ് ബുക്സ് സോൾഡ് ഓൺ തേർഡ് ഡേ of book exhibition 7,508 on third day. Then round off nearest 100 റൗണ്ട് ചെയ്യണം. നോക്കിയേ, ഇവിടെ വൺസ് പ്ലേസ് ആദ്യമേ 0. ദെൻ ടെൻസ് പ്ലേസ് നോക്കിയേ, ടെൻസ് പ്ലേസ് 5 greater than 0. ടെൻസ് പ്ലേസ് ഇവിടെ 0 ആണ്. അപ്പോൾ 5 greater than 0. അപ്പം therefore 7,508 is rounded down. അല്ലേ, കൂട്ടിയിട്ടില്ലല്ലോ, അതുകൊണ്ട് rounded down to 7,500. ഇത് മനസ്സിലായല്ലോ. അടുത്ത one more exercise problem. Pradap scored about 130 runs during this cricket season. What could be the exact number of runs scored by him? 124 or 128? ഇതിൽ ഏത് റൺസ് ആണ് സ്കോർ ചെയ്തിട്ടുള്ളത്? ടേം ടെസ്റ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിലുണ്ട്. അതിൽ 8th പ്രോബ്ലം ആണ്. നോക്കിയ സൊല്യൂഷൻ. അപ്പോൾ നമ്പർ ഓഫ് റൺസ് സ്കോർഡ് ബൈ പ്രതാപ്. എത്ര പ്രതാപ് ഇൻ ക്രിക്കറ്റ്, ഏതിലാണ് ക്രിക്കറ്റിലെ സ്കോർ ചെയ്തത്? എത്രയാണ്? 130. ദി എക്സാക്ട് നമ്പർ ഓഫ് ടേൺസ്, exact number of runs he scored. അതിൽ നോക്കാം, എക്സാക്ട് നമ്പർ ഓഫ് റൺസ് ഹി സ്കോർഡ്. അതിൽ ആദ്യം 124, രണ്ട് നമ്പർ തന്നിട്ടുണ്ട്. 124 റൗണ്ട് ഓഫ് ടു ടെൻസ് പ്ലേസ് ആണ് റൗണ്ട് ചെയ്യാൻ പറഞ്ഞത്. ടെൻസ് പ്ലേസ്. അപ്പം ഏതാണ് ഇവിടെ? വൺസ് പ്ലേസ് 0. വൺസ് പ്ലേസ് ടെൻസിന് റൗണ്ട് ചെയ്യണമെങ്കിൽ വൺസ് പ്ലേസ് ആണ് നോക്കാനുള്ളത്. വൺസ് പ്ലേസ് 0 വൺസ് പ്ലേസ് 5 5ൽ കൂടുതലോ വരണം. അപ്പോൾ ഇവിടെ 4 less than 5, 5ൽ കുറവാണ്. അപ്പോൾ എന്ത് ചെയ്യണം? വൺസ് പ്ലേസ് 0 ഇട്ടിട്ട് റൗണ്ട് ചെയ്യണത് എങ്ങനെയാണ്? 120. 124 ഈസ് റൗണ്ടഡ് down to 120. ഇനി അടുത്ത നമ്പർ തന്നിട്ടുള്ളത് എത്രയാണ്? 128. അതും റൗണ്ട് ഓഫ് ടു 10. ഇതിൽ വൺസ് പ്ലേസ് നോക്കിയേ, 5 greater than 8. വൺസ് പ്ലേസ് 5 less than 8. 5 less than 8, നോട്ട് ഗ്രേറ്റർ ദാൻ 5 less than 8. 5നേക്കാളും 8 കൂടുതലാണ്. അപ്പം ആഡ് 1 to the 10th place. അപ്പോൾ ആഡ് 1 to the 10th place ആകുമ്പോൾ എത്രയാണ്? 130. 128 ഈസ് റൗണ്ടഡ് അപ്പ് ടു 130. അപ്പം 128. ഇപ്പം ഇതിൽ എക്സാക്ട് നമ്പർ ഏതാണ്? Therefore 128 is the exact number of runs. ഓക്കെ, ഈ ഏരിയ നമുക്ക് മനസ്സിലായിരിക്കുന്നു. അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് റോമൻ നമ്പേഴ്സ്. Yes, we have to study Roman numbers.
Yes, we study the Roman numbers. The numbers 1, 2, 3 and so on are called Hindu-Arabic number. 1, 2, 3 etc. are called Hindu-Arabic number. ഈ നമ്പേഴ്സിന് റോമാക്കാർ ഒരു നമ്പർ ഉണ്ടാക്കിയിട്ടുണ്ട്. റോമൻസ് യൂസ്ഡ് 7 ബേസിക് സിമ്പിൾ. ഇതിന് ഈ നമ്പേഴ്സിനെല്ലാം ഒരു സിമ്പിൾ ഉണ്ടാക്കിയിട്ടുണ്ട്. റോമൻസ് യൂസ് 7 ബേസിക് സിമ്പിൾസ് ടു റൈറ്റിംഗ് നമ്പേഴ്സ് കാൾ ദി റോമൻ നമ്പർ സിസ്റ്റം. അവർ സിമ്പിൾ ഉപയോഗിച്ച് എഴുതുകൊണ്ട് അതിനെ റോമൻ നമ്പർ സിസ്റ്റം എന്ന് പറഞ്ഞു. ബട്ട് ദർ ഇസ് നോ സിമ്പിൾ ഫോർ സീറോ. സീറോയ്ക്ക് ഒരു സിമ്പിളും അവർ കണ്ടുപിടിച്ചിട്ടില്ല. ദർ ഇസ് നോ സിമ്പിൾ ഫോർ സീറോ in this number system. ഇനി നമുക്ക് നോക്കാം ഇതിന് ഫസ്റ്റ് ഹിന്ദു അറബിക് നമ്പർ, നമ്മുടെ നമ്പേഴ്സ് ഹിന്ദു അറബിക് നമ്പേഴ്സ്. അടുത്തത് റോമൻ നമ്പേഴ്സ്. ഹിന്ദുവിൽ 1 ആണെങ്കിൽ റോമനിലും 1 എന്ന് തന്നെ പറയുന്ന. അടുത്തത് ഹിന്ദുസിൽ 5, ഹിന്ദു അറബിക് നമ്പറിൽ 5 ആണെങ്കിൽ റോമൻ ന്യൂമറലിൽ 5 വി ആണ് കൊടുക്കുന്നത്. ദെൻ 10ന് എക്സ്, അടുത്ത 50ക്ക് എൽ, 100ന് സി, അടുത്ത 500ന് ഡി, അടുത്ത 1000ന് എം. 1ന് 1, 5ന് വി, 10ന് എക്സ്, 50ക്ക് എൽ, 100ന് സി, 500ന് ഡി, 1000ന് എം. Here certain rules are followed. Then rules നോക്കിക്കേ. 1. A symbol, first rule, a symbol can be repeated up to a maximum of 3 times. A symbol can be repeated up to a maximum of 3 times. 3 പ്രാവശ്യം ഒരു സിമ്പിൾ റിപ്പീറ്റ് ആവത്തുള്ളൂ ഏത് സിമ്പിൾ ആണെങ്കിലും റോമൻ ന്യൂമറലിൽ. നോക്കിക്കേ, അതിനൊരു എക്സാമ്പിൾ ചെയ്തു തരാം. എക്സാമ്പിൾ നോക്കിക്കേ. ഇപ്പോൾ എക്സ് 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 ഇങ്ങനെ ഇരിക്കുന്നു. എക്സ് 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 ഇതെങ്ങനെയാണ്? ഒരു സിമ്പിൾ 3 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യാവുന്നതാണ് നമ്മുടെ റൂള്. അപ്പോൾ എക്സിൻ്റെ വാല്യൂ നിങ്ങൾക്കറിയാം 10 പ്ലസ് 10 പ്ലസ് 10 എത്രയാണ്? 30. അടുത്ത അനദർ എക്സാമ്പിൾ 1 1 1. അപ്പോൾ എങ്ങനെയാണ്? 1 പ്ലസ് 1 പ്ലസ് 1 3. ഞാൻ ചെയ്യുന്നത് ഓക്കെ സ്റ്റുഡൻസ് മനസ്സിലായിരിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ നമുക്കിത് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് കണ്ടിന്യൂ ചെയ്യാം.